ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സിയ ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആളിയാർ ഡാം കാഴ്ചകളിലേക്കാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് വഴി പൊള്ളാച്ചി ആളിയാർ ഡാം കാഴ്ചകളും കണ്ട് വാൾപ്പാറയിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഞങ്ങളോടൊപ്പം 4 സുഹൃത്തുക്കളും അവരുടെ കുടുംബവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആവാസ് ട്രാവലറിന്റെ അഫ്സൽ ക, ആംഗ്ലസ് മെഡിക്കെയറിന്റെ അൻവറിക്ക, കോൺട്രാക്ടർ ഷാജിയേട്ടൻ, സെയിൻ ട്രാവൽസ് മുജീബ് ക, ഇത്രയും പേരും അവരുടെ ഫാമിലിയുമാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് മുജീബ് അങ്കിളാണ്. പുലർച്ചെ 4:30 മണിക്ക് പുറപ്പെട്ട യാത്ര ഏകദേശം 8 മണി ആയപ്പോൾ പാലക്കാട് പിന്നിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആളിയാർ ഡാം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പൊള്ളാച്ചിയിൽ നിന്നും 26 കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് 65 കിലോമീറ്ററും സഞ്ചരിച്ചു വേണം ആളിയാർ ഡാം സൈറ്റിലെത്താൻ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ ഉൾപ്പെട്ട പൊള്ളാച്ചി പട്ടണത്തിലുള്ള ആളിയാർ എന്ന ഗ്രാമത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി കച്ചവടക്കാർ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഡാമിൽ നിന്നും പിടിക്കുന്ന മത്സ്യങ്ങൾ പൊരിച്ചു വിൽക്കുന്ന സ്റ്റാളുകളാണ് എന്നെ ആകർഷിച്ചത്. പൊള്ളാച്ചിയും സമീപ പ്രദേശങ്ങളും ദക്ഷിണേന്ത്യയിലെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. ആളിയാർ ഡാം നമ്മുടെ പോത്തുണ്ടി ഡാമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ സിനിമാക്കാരുടെ ഇഷ്ട ഷൂട്ടിംഗ് കേന്ദ്രമാണ് പൊള്ളാച്ചി. ഈ പ്രദേശവും അനവധി തമിഴ്, മലയാളം സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഡാമും അതിന് അനുബന്ധമായി നിർമ്മിച്ച ഗാർഡനും സന്ദർശിക്കാൻ മുതിർന്നവർക്ക് 5 രൂപയാണ് എൻട്രൻസ് ഫീസ്. ക്യാമറക്ക് 20 രൂപയുമാണ് ഈടാക്കുന്നത്. കുട്ടികൾക്ക് സൗജന്യമാണ്. ഇതുകൂടാതെ ഫിഷ് അക്വേറിയം, തമിഴ്നാട് ഫിഷറീസ് കോർപ്പറേഷൻ പണി കഴിപ്പിച്ച മിനി തീം പാർക്ക്, കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ തുടങ്ങിയവയും വിവിധ വിനോദോപാധികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആനമലൈ റിസർവ് ഫോറസ്റ്റിന്റെയും വാൽപ്പാറയുടെയും താഴ്വാരത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. റിസർവോയറിന്റെ 3 ഭാഗങ്ങളും പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. ഈ ഡാമിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം നല്ല തെങ്ങിൻ തോപ്പുകളും മറുഭാഗം നിബിഡവനം ഉൾക്കൊള്ളുന്ന പർവ്വതനിരകളാലും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്ന നവ്യാനുഭൂതി തരുന്നു. 2 മലകൾക്കിടയിൽ കെട്ടിപ്പൊക്കിയ ഈ ഡാമിന് 2000 മീറ്റർ നീളവും തറനിരപ്പിൽ നിന്നും 80 മീറ്റർ ഉയരവുമുണ്ട്. പ്രധാനമായും കൃഷി ജലസേചന ആവശ്യാർത്ഥം നിർമ്മിച്ചതാണ് ഈ ഡാം. 1959 മുതൽ 1969 വരെയുള്ള 10 വർഷ കാലയളവിലാണ് ഈ ഡാമിന്റെ പണി പൂർത്തീകരിച്ചത്. 1962 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു
തമിഴ്നാട് സംസ്ഥാന മുഖ്യമന്ത്രി കെ കാമരാജിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പറമ്പിക്കുളം ആലിയാർ പദ്ധതി എന്ന പേരിൽ തമിഴ്നാടുമായി കേരളം ജലം പങ്കിടൽ കരാർ ഈ അണക്കെട്ടുമായി നിലവിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി അറിയിക്കുക മറക്കല്ലേ. ഇതുപോലെ നല്ല നല്ല ട്രാവൽ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.